ഇരു രാജ്യങ്ങളുമായും രാത്രി നീണ്ട ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറായി, അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറായി. അതിൽ വലിയ സന്തോഷമുണ്ട്, അഭിനന്ദനങ്ങൾ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റിന് എക്സിലെ സന്ദേശത്തിന് തൊട്ട് പിന്നാലെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദേശവും അതിന് സമാനമായി വന്നു. അപ്പോൾ തീർച്ചയായും അമേരിക്കയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതല്ല എങ്കിൽ ഒരുപക്ഷെ ഈ തീരുമാനം അമേരിക്കയെ ഇന്ത്യ ബോധ്യപ്പെടുത്തിയതാകാം. ഏതായാലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ DGMO ലെവൽ സംസാരം നടന്നു. ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ഉപാധിയുടെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നൊന്നും തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും 12-ാം തീയതി DGMO ലെവൽ ടോക്ക് നടക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു സൈനിക തലത്തിലുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ സൈനിക തലത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്ന കാര്യത്തിൽ അന്ന് ചർച്ചകൾ നടത്തിയ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തന്നെയാണ് ഏതായാലും ഇരു രാജ്യങ്ങളും ഇപ്പോൾ ധാരണയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നയതന്ത്ര തലത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച ഈ ഘട്ടത്തിലില്ല. വിദേശകാര്യ മന്ത്രിമാർ തമ്മിലോ വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിലോ ഉള്ള ചർച്ചയല്ല ഇത്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്മാർ തമ്മിലുള്ള ചർച്ചയാണ്. രണ്ട് രാജ്യത്തിലെയും സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെടിനിർത്തൽ ധാരണ ഏതായാലും മെയ് 12-ന് അടുത്ത ഘട്ട ചർച്ച നടക്കുന്നവരെ തുടരുന്നു. അതിനുശേഷവും ഒരു അടിയന്തര വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുന്നു. ഏതായാലും ഈ 12-ാം തീയതി ചർച്ച ഏറെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കൂടിക്കാഴ്ചയിൽ, ആ ഒരു ചർച്ചയിൽ പറയും. അതിലെന്തൊക്കെ പാകിസ്ഥാൻ അംഗീകരിക്കും, എന്തൊക്കെ പാകിസ്ഥാൻ തള്ളിക്കളയും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഈ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ പിടിപ്പുകേട് കൊണ്ട്, പാകിസ്ഥാന്റെ നിലപാടുകൾ കൊണ്ട്, തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇത്തരമൊരു സംഘർഷാവസ്ഥ. ഒരു കാര്യം കൂടി നമുക്ക് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടു കോട്ട് ടൈംസ് ഓഫ് ഇന്ത്യ, പാകിസ്ഥാന്റെ DGMO ആണ് ഇന്ത്യയെ ഈ വിവരം 3 മണിക്ക് വിളിച്ച് അറിയിക്കുന്നത്. ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് പാകിസ്ഥാൻ DGMO ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ 3 മണിക്ക് വിളിക്കുന്നു. 5 മണി മുതൽ ഇന്ന് 5 മണി മുതൽ വെടിനിർത്തൽ കരാറിന് ഇന്ത്യ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ? 12-ാം തീയതി വീണ്ടും ഇരു രാജ്യങ്ങളിലെയും ഡയറക്ടർ ജനറൽമാർ, മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ ഇനിഷ്യേറ്റ് ചെയ്യും. അതായത് പാകിസ്ഥാനാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിനായി ആദ്യം വിളിച്ചിരിക്കുന്നതും ഇന്ത്യ അത് സമ്മതിക്കുകയുമായിരുന്നു എന്നാണോ? അരുൺ, എന്തായാലും MEAയിൽ നിന്ന്, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശം അനുസരിച്ച് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ DGMO കോൾഡ് ഇന്ത്യൻ കൗണ്ടർ പാർട്ട് അറ്റ് 3 PM ടുഡേ. രണ്ടാമത്തെ വരി എന്നത് സീസ് ഫയർ എഗ്രീഡ് ഫ്രം 5 PM ഓൺ 10th May. മൂന്നാമത്തെ വരി DGMO വിൽ ടോക്ക് അഗെയിൻ ഓൺ 12th May. ഇതാണ് നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം. അപ്പോൾ ആദ്യം വിളിച്ചു എന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും പാകിസ്ഥാൻ DGMO 3 മണിക്ക് ഇന്ത്യയിലെ DGMOവുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 മണി മുതൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലേക്ക് പോകുന്നു. 12-ാം തീയതി അടുത്ത ഘട്ട ചർച്ച, DGMO ലെവൽ ചർച്ച നടക്കും. ഇതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സ്ഥിരീകരിക്കാവുന്നതാണ്. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളിലെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്മാർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്കും ചർച്ചയിലേക്കും എത്തിയത് ഒരുപക്ഷേ അമേരിക്കയുടെ ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ടാകാം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഏറ്റവും വിക്രം മിശ്രിയുടെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി റീകോട്ട് ചെയ്യാം, ഒന്നുകൂടി നമുക്ക് കേൾക്കുകയും ചെയ്യാം. പാകിസ്ഥാൻസ് ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് കോൾഡ് ഇന്ത്യൻ DGMO അറ്റ് 15:35. ഇന്ന് 3:35 പാകിസ്ഥാന്റെ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽ ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിനെ വിളിക്കുന്നു. ഇറ്റ് വാസ് എഗ്രീഡ് ബിറ്റ്വീൻ ദം ദാറ്റ് ബോത്ത് സൈഡ് വുഡ് സ്റ്റോപ്പ് ഓൾ ഫയറിംഗ് ആൻഡ് മിലിറ്ററി ആക്ഷൻ ഓൺ ലാൻഡ് ആൻഡ് ഇൻ ദ എയർ ആൻഡ് സീ വിത്ത് എഫക്ട് ഫ്രം 17 hours ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇരു രാജ്യങ്ങളും അതിനെ തുടർന്ന് കരയിലും ആകാശത്തും ഒപ്പം സമുദ്രത്തിലുമുള്ള എല്ലാ മിലിറ്ററി ആക്ഷൻസും, എല്ലാ സൈനിക നീക്കങ്ങളും, എല്ലാ വെടിവയ്പ്പുകളും അവസാനിപ്പിച്ചതായിട്ട് അവർ തമ്മിൽ ധാരണയാവുന്നു. ഇതാണ് ഇപ്പോൾ വിക്രം മിശ്ര പറഞ്ഞിരിക്കുന്നത്. ടുഡേ ഇൻസ്ട്രക്ഷൻസ് ഹാവ് ബീൻ ഗിവൺ ഓൺ ബോത്ത് സൈഡ്സ് ടു ഗീവ് എഫക്ട് ടു ദിസ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇപ്പോൾ തന്നെ 5 മണിയോടുകൂടി ഈ ധാരണ നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ദ ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വിൽ ടോക്ക് അഗെയിൻ ഓൺ 12th May at 12 hours.